കിടന്നോളൂ, എണീറ്റ് വീഴും. അല്ല, എണീറ്റിരിക്കട്ടെ, ഇത്തിരി കാറ്റ് കൊള്ളട്ടെ. ഇതിങ്ങനെ എപ്പോഴും ഉണ്ടാകാറുണ്ടോ? ഞാനിത് ആദ്യമായിട്ട് കാണുക. ആ പണിക്കർ ഏതാണ്ട് പറഞ്ഞിട്ട് പോണേ കണ്ടു, ഭാസ്കരൻ വീടും കണ്ടു. ഇപ്പൊ തലയിലുണ്ടോ ഭാസ്കര? ഇതെന്ത് ജോലിയാണ് നേരെ? തലച്ചെണ്ട് ഇങ്ങനെ കുത്തിരിക്കോ? അപ്പം മുകൂലേ? എടി, അവൻ ചാടി. നീ ഇപ്പൊ ചാടി. സ്നേഹലതേ, സ്നേഹലതേ, എന്താ അവൻ ചാടി. ചാടി. അവനെ കൈയോടെ പിടിച്ച് ആളെ വിളിച്ചു കൂട്ടി ശല്യം തീർക്കണം. 4 കൊല തേങ്ങ ഞാൻ വെട്ടിയിട്ടുണ്ട്. അതും കാണിച്ച് തേങ്ങ ആരാടാ അത്? ഇവിടെ ഒന്നും ആരും കാണുന്നില്ലല്ലോ. പണ്ടം കണ്ട് നിങ്ങൾ വേലയാടിയത് സ്വപ്നം കണ്ടു കാണും. അതായി ഉറക്കപ്പിച്ച് പറയുന്നത്. അവൻ ചാടുന്ന ശബ്ദം കേട്ടാ എനിക്കറിയില്ലേ? ഈ അർദ്ധരാത്രി മനുഷ്യനെ കൊണ്ട് വേഷം കെട്ടിക്കാൻ നിങ്ങൾക്ക് ഭ്രാന്താ. വാ മോളെ. നിക്ക്, ഞാനുണ്ട്. മോള് വാതിലടച്ചു കിടന്ന് ഉറങ്ങിക്കോ. ഇനി എന്ത് ശബ്ദം കേട്ടാലും തുറക്കാൻ നിൽക്കണ്ട. അടച്ചോ. അവൻ ഇങ്ങോട്ട് ചാടിയപ്പോ വല്ല വേലിപ്പത്തല്ല ഞാൻ കുരുങ്ങിയോ? കുരുങ്ങട്ടെ. നിങ്ങൾ വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഒരു മനുഷ്യൻ. സ്വർണം കിട്ടിയപ്പോ നിന്റെ തന്തക്കും തള്ളക്കും കണ്ണു മഞ്ഞൾ ചൊല്ലടി. നിന്റെ തന്ത വിഷാണെങ്കിൽ ഞാൻ അതിനേക്കാൾ വലിയ വിഷ. ഞാൻ ഒന്നും പറയണ്ട. എനിക്കിപ്പോ നിന്നെ വേണമെങ്കിൽ കൊല്ലാം, നശിപ്പിക്കാം. പക്ഷെ ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു പോയി. നിനക്ക് ഒരവസരം കൂടി ഞാൻ തരാം. നാളെ എല്ലാവരും കാണേ ഞാൻ നിന്നെ വിളിക്കാൻ വരും. അപ്പോ എന്റെ കൂടെ എന്റെ ഭാര്യയായിട്ട് നീ ഇറങ്ങി വന്നോളണം. വരണം. എന്റെ ഈശ്വര, ഞാൻ എന്തായി കേക്കണത്? നീ ഏത് പെണ്ണിനെ കെട്ടിയാലും ഇവിടെ ആർക്കും ഒരു വിരോധമല്ല. പെണ്ണേതെന്ന് പറയടാ. വെളിച്ചപ്പാടാണ് എന്റെ മോനെ കൊണ്ട് ഈ കോല കെട്ടിക്കുന്നത്. ഞാനോ? എന്റെ ഭഗവതി, സ്വകാര്യത്തി പോരെ, ആളെ കൂട്ടണോ ഭാസ്കര? നിങ്ങളിങ്ങനെ 24 മണിക്കൂർ മരിച്ച പോലെ കിടന്നു. നമ്മുടെ മോൻ ഭാസ്കരനെ ഏതൊരു പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ പോടുന്നു. ഏട്ടന് എന്നോടെങ്കിലും പറഞ്ഞൂടെ ആരാ ആള്? പറഞ്ഞാൽ നിനക്ക് എന്നോട് ദേഷ്യം തോന്നും? ഒരു ദേഷ്യം തോന്നൂല. സ്നേഹലത ചേച്ചിയാണോ? ആന്തരിയായിട്ട് ആകെ ഉള്ളത് തൊന്ന. അവനെ ഈ കടുങ്കൈ ചെയ്യാൻ പോണത്. എല്ലാവരും കൂടി എന്നെ അങ്ങോട്ട് കൊന്നോ, അതാ ഇതിന് നല്ലത്. എന്താടാ? അച്ഛൻ എന്നോട് ക്ഷമിക്കണം, എന്നിട്ട് അനുഗ്രഹിക്കണം. ഇതെന്റെ അഭിമാനത്തിന്റെയും കൂടി പ്രശ്നമായി പോയി. കളിച്ച് കളിച്ച് എന്റെ മുറ്റത്ത് തോന്നിട്ടാണോടാ നിന്റെ കളി? അന്തസ്സായിട്ടാടാ ഞാനും എന്റെ കുടുംബവും കഴിയുന്നത്. അല്ലാതെ നിന്നെ പോലെ നാട്ടുകാരെ പറ്റിച്ചും കണ്ടവരെ സ്വർണ്ണം മോഷ്ടിച്ചു അല്ല. സൂക്ഷിച്ച് സംസാരിക്കണം. തട്ടാമാർക്ക് ഒരു സത്യമുണ്ട്. അത് വിട്ടിട്ട് തട്ടാങ്കോപാലന്റെ മോൻ ഇന്നുവരെ ജീവിച്ചിട്ടില്ല. എന്റെ ഭഗവതി, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കീരിയും പാമ്പും പോലെ നിൽക്കുന്നത് ശരിയല്ല. പണിക്കൊരു മോളെ വിളിച്ച് ചോദിക്കാൻ വിവരം അറിയാലോ. നിർത്ത്. വെളിച്ചപ്പാട് ഇങ്ങനെ ഇവിടെ തുള്ളുന്നത് ഇതെന്റെ കുടുംബ പ്രശ്ന. ഇത് ഞാൻ നോക്കിക്കോളാം. ആ തുള്ളാതിരിക്കാൻ പറ്റുമോ? ഞാൻ ഈ നാട്ടിന്റെ വെളിച്ചപ്പാടാ. ഏട്ടനിങ്ങ വാ, വഴക്കുണ്ടാക്കണ്ട.
അച്ഛനും മോളും എന്നോട് കള്ളക്കളി കളിക്കണ്ട. ഒന്നുകിൽ അവളോട് വാക്ക് പാലിക്കാൻ പറ, അല്ലെങ്കിൽ എന്റെ മാല തിരിച്ചു തരാൻ പറ. മാലയോ? ഏത് മാല? ഞാൻ കൊടുത്ത 10 പവന്റെ മാല. അവൾ ആവശ്യപ്പെട്ട് അവൾക്ക് വേണ്ടി എന്റെ സമ്പാദ്യം മുഴുവനും എടുത്ത് ഞാൻ ഉണ്ടാക്കി കൊടുത്ത മാല. അയ്യോ, നീ ആണാണെങ്കിൽ ആ മാലി വാങ്ങിച്ചോണ്ട് വാട ഭാസ്കര. മാലയാ? ഫു, അവൻ എന്റെ മോൾക്ക് ഒലക്കാ കൊടുത്ത്. അവളെ ഈ വയറ്റിലാ ജനിച്ചത്. നിന്റെ വയറ് വരെ വീതി പണിക്കരെ എന്താ ഗോപാലേട്ടാ? എന്താ പണിക്കരെ ഈ ബഹളമൊക്കെ? നാട്ടുകാർ മുഴുവൻ കണ്ടുകൊണ്ട് നിൽക്കുകയല്ലേ. എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ ഇവിടെ കൊലപാതകം നടക്കും. അവര് തമ്മിൽ മുഹബത്തിലാണെങ്കിൽ സംഗതി വിളിച്ച് ചോദിക്ക്, അപ്പൊ അറിയാല്ലേ. അതെ, അവളെ വിളിക്ക്. എന്നിട്ട് എന്നെ മുഖത്ത് നോക്കി അവള് പറയട്ടെ ഞാൻ അവൾക്ക് മാല കൊടുത്തിട്ടില്ല. ഞങ്ങൾക്ക് ഇവിടെ ആരെയും ബോധ്യപ്പെടുത്തുന്ന കാര്യമൊന്നും ഇല്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒന്ന് വിളിக்க പഠിക്കരുത്, വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കല്ലേ. നിങ്ങൾ എന്താണ് വെറുതെ വേദാണ്? ഓളെ വിളിക്കേ. വയസ്സ് കഴിഞ്ഞ ഒരു പെണ്ണിന്റെ തീരുമാനത്തിന് ഇവിടെ വിലയുണ്ട്. ഓളെ വിളിക്കാണ്ട് ഈ കേസ് തീരൂല. ആരും ബഹളം വയ്ക്കണ്ട. സത്യം എന്താന്ന് വെച്ചാ പറമോളെ. നീ പറയുന്നു മാത്രമേ ഞങ്ങൾ നാട്ടുകാർ വിശ്വസിക്കൂ. എനിക്കിവിടെ ആരും ഒന്നും ദാനം തന്നിട്ടില്ല. ആ പേരും പറഞ്ഞ് ആരും ഇങ്ങോട്ട് വരും വേണ്ട. അങ്ങോട്ട് മാറിക്ക്. തൃപ്തിയായില്ല എല്ലാവർക്കും? ഞങ്ങളും മനുഷ്യരാ, ഞങ്ങളും പിഴച്ചോട്ടെ. കള്ളി, എന്റെ നെഞ്ചത്താണ് നീ കുത്തിയത്. 10 പവൻ എനിക്ക് പുല്ലാടി. സ്വർണം കണ്ടപ്പോ കണ്ണു മഞ്ഞളിച്ച് നിന്റെ മോളെ എനിക്ക് എല്ലാം കണ്ടോണ്ട് മേലെ ഒരാളുണ്ടെന്ന് ഓർത്തോ? അനുഭവിക്കും.